ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നൂൽപുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നൂൽപുട്ട് റെഡിയാക്കാനായിട്ടുള്ള പൊടി, അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം. ചിലർക്കത് വാട്ടിയിട്ട് റെഡിയാക്കാറുണ്ട്. വാട്ടിയിട്ട് റെഡിയാക്കുമ്പോൾ കുറേ സമയം വെച്ച് നമുക്ക് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചിട്ട് കുഴച്ച് കൊടുക്കരുത്. നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എത്രമാത്രം വെള്ളം വേണം ഇതിലേക്ക് എന്നുള്ളത്. അപ്പോൾ കുറച്ചൊരു നനവായതിനു ശേഷം നമുക്ക് വെള്ളം ഒഴിക്കൽ നിർത്തിയിട്ടത് കുറച്ചൊന്ന് ചൂടാറോളം വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആവളം കുഴച്ചിട്ടെടുക്കാം. അങ്ങനെ ഞാൻ മാവൊക്കെ നല്ല സോഫ്റ്റ് ആവളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2 പ്രാവശ്യമൊക്കെ വെച്ചാൽ തന്നെ നമ്മളെ മാവ് മുഴുവനായിട്ടും വേവിച്ചിട്ടെടുക്കാൻ പറ്റും. മറ്റേ നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയം വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചിട്ടെടുക്കേണ്ടി വരും. പിന്നെ നൂൽപുട്ടും തേങ്ങാപ്പാലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ പിന്നെ തേങ്ങാപ്പാലാണ് അതിലേക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിട്ട് തന്നെ എടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ നൂൽപുട്ടിലേക്ക് കഴിക്കാനായിട്ട്. നല്ലൊരു കോമ്പിനേഷനാണ് നൂൽപുട്ടും തേങ്ങാപ്പാലും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അങ്ങനെ തേങ്ങാപ്പാലിൻ്റെ പണിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മളെ നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ നമ്മൾ തിളച്ചതിന് ശേഷം വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെ നൂൽപുട്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ചിലർക്ക് നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞേക്കാറുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ നല്ലപോലെ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഞാൻ സിലൂനൊന്ന് സ്കൂളുണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവന് ആദ്യം കൊടുക്കും. അവന് സ്കൂളിലേക്കുള്ള വണ്ടി നേരത്തെ വരില്ല. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ അവന് പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറുള്ളത്. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയപ്പോഴേക്കും അവൻ്റെ വണ്ടിയും വരുന്നുണ്ട്. അങ്ങനെ സിലുവിന് വണ്ടി വന്ന് അവനെ സ്കൂളിലേക്ക് പോയി. ഇനി അടുത്തതായിട്ട് പിന്നെ ദിനുവിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ളത്. രാവിലെ എന്നും ആദ്യം സിലു പോവും, പിന്നെ അടുത്ത ആൾ പോവും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. പിന്നെ ദിനുവിന് കൂട്ടാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയതാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. വെണ്ടയ്ക്ക ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടായതിനു ശേഷം 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വെണ്ടയ്ക്ക ചട്ടിയിട്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകില്ല കേട്ടോ. പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീനെ തൊലിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല റിസ്ക് ഉള്ളൊരു പണി തന്നെയാണ്. കുറേ ടൈം നമുക്ക് ഇതിനായിട്ട് മെനക്കെട്ട് തന്നെ നിൽക്കണം. അങ്ങനെ ചെമ്മീനൊക്കെ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഞരമ്പ് പോലത്തെ ഒരു സാധനം, കുറച്ച് വേസ്റ്റ് പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കളയാട്ട് ചെയ്യാറുള്ളത്. അത് വയറിലേക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാതെ ഒരിക്കലും ചെമ്മീൻ ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ തലയും കൂടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തല നല്ല നെരിച്ച് പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഇതിൻ്റെ ആ ഷെല്ലൊക്കെ വെച്ചിട്ട് നല്ല ഫ്രൈ ആക്കി ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെമ്മീൻ വേറെ അതിൻ്റെ തല വേറെ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെമ്മീൻ്റെ തല ഞാൻ ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നെക്കി കളഞ്ഞിട്ട് കളയാണ് ചെയ്യുക.
നമ്മൾ ചെമ്മീനൊക്കെ തൊലിച്ചെടുക്കുന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണ് തൊലിച്ചെടുത്തത് ആ സ്ഥലം ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. അത് നമ്മൾ കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല ലിക്വിഡോ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകി കളയുകയാണെങ്കിൽ പിന്നെ വേറെ ഇങ്ങനെ ചീത്ത സ്മെല്ല് വരില്ല കേട്ടോ. കുറച്ച് ടൈം ആയാൽ തന്നെ വേഗത്തിൽ നല്ല ചീത്ത സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ വേഗം തന്നെ അത് കഴുകി കളഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയതിനു ശേഷം പിന്നെ ഞാനിത് മസാല തേച്ച് വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മസാല തേച്ച് വെക്കുന്നത്. പിന്നെ ഞാൻ ബാക്കിയുള്ള റോസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെമ്മീൻ്റെ ഒക്കെ മസാല തേച്ച് ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോഴേക്കും ഞാൻ മുറ്റടിക്കാണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് മഴ പെയ്ത കാരണം കുറച്ച് ലേറ്റായിട്ടാണ് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ പയറുപ്പേരിയാണ് റെഡിയാക്കുന്നത്. പയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തൻ താളിച്ചത്, അത് എല്ലാവരും അതന്നെ ആയിരിക്കും പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മത്തൻ താളിച്ചിട്ടെടുക്കും കറിക്ക് പകരം. അപ്പോൾ അതാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അത് വേവിച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ മത്തനൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ പയറും ഇനി കട്ട് ചെയ്തെടുക്കും. കട്ടിങ്ങൊക്കെ നമുക്ക് വേഗം കഴിച്ച് വെച്ചാൽ പിന്നെ വേവിച്ചെടുക്കാനുള്ള പണിയല്ല. നമുക്ക് എല്ലാം ഓരോന്നോരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേഗം വേവിച്ചെടുക്കാമല്ലോ. കട്ട് ചെയ്യാനില്ല, നമുക്ക് ടൈം എടുക്കാം. ഞാൻ ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കട്ടെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെമ്മീൻ കട്ട് ചെയ്തിട്ടുള്ള സമയത്ത് ചെമ്മീൻ്റെ തല സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉപ്പും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് പിന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ തല ഫ്രൈ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ചെമ്മീൻ്റെ തല ഇങ്ങനെ ഒറ്റയ്ക്ക് ഫ്രൈ ആക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് കുറച്ച് പുളിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുളിയും എല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ തല ഫ്രൈ നമുക്ക് റെഡിയാക്കാൻ പറ്റും. കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ പിന്നെ എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് കോരിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും അത് വേവായിട്ട് കിട്ടും. പിന്നെ ഞാൻ പയർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയിൽ വറവിട്ടിട്ടാണ് പയർ വേവിച്ചിട്ടെടുക്കാറുള്ളത്. അങ്ങനെ നമുക്ക് പയർ വേവിച്ചിട്ടെടുക്കാം. പയർ വേവിച്ചെടുക്കുമ്പോൾ ഞാൻ തീരെ വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് എടുക്കാറുള്ളത്. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ പയറിൻ്റെ വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ തല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ മത്തൻ വേവിച്ചിട്ടെടുക്കുകയാണ്. മത്തൻ വേവിക്കാൻ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുകയാട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഇതിലേക്ക് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ട്, പച്ചവെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ള കറിയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ പോലെ ആയിരിക്കുമല്ലോ. കഞ്ഞിവെള്ളം ആകുമ്പോൾ കുറച്ച് കട്ടിയിലായിട്ടുള്ള കറിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത് മത്തൻ. അങ്ങനെ മത്തനെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചെമ്മീനിലൊക്കെ മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പാൻ സ്റ്റൗവിൽ വെച്ചിട്ട്
അതും കൂടി വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഓരോ സ്റ്റൗവിലും ഓരോന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിൽ എല്ലാ പണികളും തന്നെ ഒപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെമ്മീൻ തല ഫ്രൈ ആക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ തല തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്ക് നമ്മളെ മത്തനും തന്നെ അവിടെ കിടന്നിട്ട് വേവായിട്ടുണ്ട്. അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൻ്റെ ക്ലീനിങ്ങും എല്ലാം ചെയ്യാറുള്ളത്. അങ്ങനെ എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുളിയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കാറുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു ഉച്ചവരെയുള്ള വിശേഷങ്ങൾ.